ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18-19 വചനങ്ങളിൽ യോസേപ്പ് പിതാവിൻ്റെ അവസ്ഥ നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ സ്വർഗദൂതൻ ഗബ്രിയേൽ ദൂതൻ ഇടപെട്ട് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു, അവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം വലിയ ഒരു സന്ദേശമാണ്. ഇന്ന് ഒത്തിരി ക്രിസ്തീയ കുടുംബങ്ങളിൽ ഈ സംശയ പിശാച് കടന്നു കൂടിയിട്ടുണ്ട്. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ, കുടുംബത്തെ ശിഥിലമാക്കുവാൻ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഡൈവോഴ്സും മറ്റു കാര്യങ്ങളുമായി നീങ്ങുന്ന ദമ്പതികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരി കുടുംബങ്ങളിൽ ഈ അസ്വസ്ഥതയുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ, ബന്ധത്തിൽ വീഴ്ചയുണ്ടാകുമ്പോൾ, വിള്ളലുണ്ടാകുമ്പോൾ നാം സമീപിക്കേണ്ടത് മറ്റുള്ളവരെയല്ല, ദൈവത്തെയാണ്. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം. ദൈവത്തിന് മുമ്പിൽ ഇരിക്കുവാന്, പ്രാർത്ഥിക്കുവാന്, തീരുമാനമെടുക്കുവാൻ നാം തയ്യാറാകണം. അല്ലാതെ കാലത്തിനൊത്ത് മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ നാം ചെറിയ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങളിൽ പരിശുദ്ധമായ പവിത്രമായ ബന്ധത്തെ തകർത്തെറിയരുത്. മലാക്കി പ്രവചനം 2:4 പറയുന്നു, നീയും നിന്റെ ജീവിത പങ്കാളിയും തമ്മിലുള്ള വിവാഹ ഉടമ്പടിക്ക് കർത്താവ് തന്നെ സാക്ഷിയാണ്. അത് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ അവിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ചെറിയ ചെറിയ പോരായ്മകൾ, കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ദൈവം ഒന്നിപ്പിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കേണ്ടവരും ദൈവമഹത്വത്തിനായി ജീവിക്കേണ്ടവരും ദൈവത്തിനു വേണ്ടി വിശുദ്ധരായ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ടതിനുള്ള സത്യം മറക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.